ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അങ്ങനെ സൂപ്പർ കപ്പിൽ നിന്ന് ബംഗളൂരു FC-യും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് സിയിൽ ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ പഞ്ചാബ് FC-യും ബംഗളൂരു FC-യും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പഞ്ചാബ് FC ബംഗളൂരുവിനെ പരാജയപ്പെടുത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. പഞ്ചാബാണ് ഇപ്പോൾ സെമി പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. പഞ്ചാബും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക. നമുക്കറിയാം, അടുത്ത മാസം 4-ാം തീയതിയാണ് ഈ ഒരു സെമി ഫൈനൽ മത്സരം നടക്കുക. അതായത് രണ്ട് ടീമുകൾക്കും 6 പോയിന്റുകൾ വീതമായിരുന്നു ഈ മത്സരത്തിന് മുന്നേ ഉണ്ടായിരുന്നത്. ഗോൾ ഡിഫറൻസ് +6 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്കാണ് അടുത്ത സെമി ഫൈനലിനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. രണ്ട് ടീമുകളും മികച്ച പ്രകടനമാണ് നടത്തിയത്. പ്രത്യേകിച്ച് പഞ്ചാബ് ബംഗളൂരു FC-യെ വിറപ്പിക്കുന്ന പ്രകടനം നടത്തി. ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഗോളവസരങ്ങൾ അവർ തുറന്നെടുത്തിരുന്നു. പക്ഷേ രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പമായി 7 പോയിന്റാണ് രണ്ട് ടീമുകൾക്കും ഉള്ളത്. ഗോൾ ഡിഫറൻസ് +6 ആയി തുടരുകയായിരുന്നു. അതോടുകൂടിയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവരുടെ വിദേശ താരമായ റയാൻ വില്യംസിന് പിഴക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പെനാൽറ്റി അത് പഞ്ചാബ് FC-യുടെ ഗോൾ കീപ്പറായ മുഹീത്ത് സേവ് ചെയ്തു. അതോടുകൂടിയാണ് പഞ്ചാബ് FC ബംഗളൂരു FC-യെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബംഗളൂരു ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. പഞ്ചാബ് FC ഇനി സെമിയിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.